നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് വെറുതെ ആലോചിച്ചിട്ടോ ഇനി അതുമല്ല പാഴൂർ പഠിക്കൽ പോയിട്ടോ കാര്യമില്ല. ഞാനിതൊക്കെ എത്ര പ്രാവശ്യം നേരിട്ടോ അല്ലാതെയും ചേച്ചിയോട് പറഞ്ഞതാ. അപ്പൊ ഞാൻ ആരായി? വെറും കോമാളി. ഞാൻ പറയുന്നതെല്ലാം കോമാളിത്തരോ അല്ലേ? എന്റെ ചിന്തകൾക്കൊപ്പുറം കാര്യങ്ങൾ വളർന്നുപോയിന്ന് ഇപ്പോഴാ കുറച്ചെങ്കിലും എനിക്ക് മനസ്സിലാവുന്നേ. അർച്ചനയുടെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണമായിരുന്നു. എന്നാ ചേച്ചി അവളെ വെറും നിസ്സാരക്കാരിയായി കണ്ടു. എന്നിട്ടിപ്പോ അവളെ താങ്ങി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ആൾക്കാരെ നിസ്സാരമായി കാണുന്നതിന്റെ ഫലം ഞാൻ അറിഞ്ഞു. ഇപ്പൊ ചേച്ചി തന്നെ നോക്കിയേ, അവൾക്ക് ഈ വീട്ടിലുള്ളവർ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുവെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ. ഇവിടെ അവന്തികയില്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവളില്ലെങ്കിൽ ഈ വീടിന് തീ പിടിച്ചതുപോലെയാ. സത്യത്തില് ഞാൻ കുറെ കൂടെ കാര്യങ്ങൾ ഗൗരവമായി കാണേണ്ടതായിരുന്നു. നിന്റെ വാക്കുകൾ കണക്കിലെടുത്ത് അവൾ എത്രമാത്രം പവർഫുൾ ആണെന്ന് പഠിക്കേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ. ചിലർക്ക് നേരം വെളുക്കുന്നത് തലയ്ക്ക് അടി കിട്ടുമ്പോഴും. അതുവരെ കാത്തിരിക്കും. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഗീതോപദേശം തരുമല്ലോ. ശത്രുവിന്റെ വലുപ്പത്തെക്കുറിച്ച് അറിയണം, അതനുസരിച്ച് പാളയം പണിയണം, പാളയത്തിൽ പട 12 പണിയണം, 12ൽ അവസാന പടയാളിയാകണമെന്നൊക്കെ. പടയാളിയും ഇല്ല, പാളയവും ഇല്ല. അവസാനം കിടക്കാൻ പായ പോലും ഇല്ലാതാവും. അവർക്കിടയിലുള്ള രഹസ്യം നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവൂ ചേച്ചി. വേറെ എന്താലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവൾ ആരാ, എന്താ, ഏതാ, എവിടാ, എങ്ങനെയാന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞ നമ്മൾ തമ്മിലൊരു കരാറുണ്ടാക്കി ഞാൻ നിന്നെ സഹായിക്കാം. ഓൺലി ഓൺ ദ ബേസ് ഓഫ് ഡീലിംഗ്സ്. ഞാൻ പലവട്ടം ആലോചിച്ചതാ സ്നേഹ, എല്ലാ കാര്യവും നിന്നോടെങ്കിലും തുറന്നു പറയണമെന്ന്. പക്ഷേ എങ്ങനെ പറയണമെന്ന് ആലോചിച്ച് പറയാതിരുന്നതാ. ഇനി നിന്നോട് ഒളിച്ചു വെക്കുന്നതിൽ കാര്യമില്ല. അയ്യടാ, നിന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങി വിചാരിച്ചു അല്ലേ? എന്നാ കേട്ടോ, നിന്നെ ഞാൻ പറ്റിച്ചതാ. ആഹാ, എന്നാ ഫോൺ തന്നെ. ഏട്ടന്റെ ഫോണിൽ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആ നമ്പറിലേക്ക് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കളിക്കല്ലേ, നാണോ ഇല്ലടാ സന്ദീപേ ഇവളുടെ കൂടെ കിടന്ന് അടിപിടി കൂടാൻ? ഇവളുടെ വായിൽ നിന്ന് വീഴുന്ന കേട്ടല്ലേ തല കീഴെ കെട്ടിട്ട് ഇടിക്കാൻ തോന്നും. ഇടിക്കാൻ ഞങ്ങളുടെ കയ്യും പൊങ്ങൂന്ന് പറഞ്ഞു കൊടുക്കുമോളെ അവനോട്. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടത്തി. ഇവർക്ക് മാത്രമാണോ അടിക്കാനും ഇടിക്കാനും ഒക്കെ അറിയാവുന്നേ? അടിച്ച മോന്തയുടെ ഷേപ്പ് മാറ്റുമെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. നമ്മുടെ കൈയുടെ ചൂടെ അത് കൊണ്ടവർക്കല്ലേ അറിയൂ. പോട്ടെ പോട്ടേന്ന് വെക്കുമ്പോ തലയെ കയറും ഏട്ടത്തി. ഇവരിങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും നടക്കുന്നത് കാണുമ്പോ ഒരു സന്തോഷമാ അല്ലേ ഏട്ടാ? പക്ഷെ എപ്പോഴാണ് സച്ചിയുടെ ബോംബുപോലെ പൊട്ടിത്തെറിക്കുന്നതെന്നും അർച്ചനയെടുത്തി മെഴുകുതിരി പോലെ ഉരുകുന്നതെന്നും പറയാൻ പറ്റില്ല. സത്യത്തില് ഇവര് പിണങ്ങുന്ന കാണുമ്പോ പേടിയ സന്ദീപേട്ടാ. അടുത്തെന്താ സംഭവിക്കുന്ന ആലോചിക്കാൻ പോലും പറ്റില്ല. ഒത്തിരി സ്നേഹമുള്ളടത്തെ ഇണക്കവും പിണക്കവും ഒക്കെ കാണും സ്നേഹ. ഇവർക്കിടയിൽ അത് ഒത്തിരി ഉണ്ട്. അവർ തമ്മിൽ നല്ല ദൃഢമായ സ്നേഹവും വിശ്വാസവും ഉണ്ട്. അത് ആ വഴക്കിൽ പോലും നമുക്ക് കാണാം. ശരി ഏട്ടൻ പറഞ്ഞത്. എത്ര വഴക്കിട്ടാലും പിണങ്ങിയാലും അവർ തമ്മിലുള്ള സ്നേഹവും കരുതലും കൂടെ ഉള്ളൂ. എന്ത് പണിയെ താൻ കാണിച്ചേ? നല്ലപോലെ പൊള്ളിയിട്ടുണ്ടല്ലോ. ഇങ്ങനൊക്കെ ചെയ്യാൻ എങ്ങനെയാ തനിക്ക് തോന്നുന്നത്? ഇപ്പൊ സച്ചേട്ടന് വേദനിക്കുന്നില്ലേ? അതുപോലെ മറ്റുള്ളവരുടെ വേദനയെന്ന് മനസ്സിലാക്കണം. പ്രതികാരം തീർത്ത് വേദന കാണിച്ചെന്നാണല്ലേ? ഇത്രയും വേണ്ടായിരുന്നു. ചില പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയില്ല സച്ചേട്ട. ഉപ്പും പുളിയും മധുരവും കയ്പും പോലെ തന്നെ വേദനയും വിഷമങ്ങളും
അനുഭവിച്ചു തന്നെ അറിയണം. ഇനി വേണ്ട. വല്ലാത്ത വിഷമാണ്. തന്റെ കൈ പൊള്ളിയപ്പോ എന്റെ നെഞ്ചു പൊള്ളിയതുപോലെ എനിക്ക് തോന്നുന്നത്. വേദനിച്ചോ? ചെറുതായിട്ട്. ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് സച്ചേട്ടാ. ഇതുണങ്ങാൻ നല്ല സമയമെടുക്കും. ഉള്ളം കൈയല്ലേ, എപ്പോഴും അനങ്ങുന്നോണ്ട് പേശികൾ വലിഞ്ഞ് മുറിവ് പെട്ടെന്ന് കരിയില്ല. എന്ത് തോന്നിയിട്ടാ താൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തേ? പൊറുക്കാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തതുകൊണ്ട്. ഈ കവിളിലുണ്ട് ആ കൈരേഖ അടക്കമുള്ള കൈപ്പത്തി. ഇത്രയൊക്കെ ശക്തി ഈ മെലിഞ്ഞ കൈകൾക്കുണ്ടല്ലേ. കണ്ണീന്ന് പൊന്നീച്ച പറന്നുപോയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് നേരിൽ കണ്ടു. പക്ഷേ എണ്ണാൻ പറ്റിയില്ല കേട്ടോ. അടിച്ച കൈകൊണ്ട് അണയ്ക്കണമെന്ന് പഴമക്കാര് പറയാറുണ്ട്. അടിച്ച കൈയാൽ അണയ്ക്കുമെങ്കിൽ ആറിടും, ആഴമേറിയ മുറിവുമെന്ന് പൂജ്യർ. ഇത് അടി മാത്രമേ ഉള്ളൂ അല്ലേ? എന്റെ കൈക്ക് മാത്രമല്ല സച്ചേട്ടാ, മനസ്സ് മൊത്തം ഞാൻ തീയിലിട്ട് പൊള്ളിച്ചു. അന്നേരം വന്ന കോപത്തിലല്ല, സങ്കടത്തിൽ തല്ലിപ്പോയതാ. ഏയ്, എനിക്കത് അത്യാവശ്യമായിരുന്നു. താൻ എന്നെ തല്ലിയതില് എനിക്ക് ലെവലേശ വിഷമമില്ല. തല്ലുകൊണ്ട് വളരാത്തന്റെ കുഴപ്പം എന്റെ സ്വഭാവത്തിലുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർക്കാൻ വയ്യ. ഞാൻ ആരെയാ തല്ലിയതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ ഭയം തോന്നുക. അന്നേരം എന്റെ മാനസികാവസ്ഥ പ്രകടിപ്പിക്കാൻ അതല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അമ്മമാര് കുഞ്ഞുങ്ങളെ കാണാതെ വിഷമിച്ച് ഓടി നടന്നതിന് ശേഷം അവരെ കാണുമ്പോ ആദ്യം 2 കൊടുക്കല്ലേ ചെയ്യുന്നേ, എന്നിട്ടല്ലേ പുന്നരിക്കുന്നത്. അത് ഇഷ്ടമില്ലാത്തോണ്ടാണോ? അല്ലല്ലോ, ഇഷ്ടം കൂടുതലുണ്ടാ. അതുപോലെ തന്നെ താനും ചെയ്തത്. പക്ഷേ അതിന് ഇത്രയും വലിയ ശിക്ഷ സ്വയം ഏറ്റപ്പോ അതെന്നെ വിഷമിപ്പിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.